ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ സിമ്പിളായിട്ടുള്ളൂ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. എന്താണെന്നല്ലേ, നമ്മൾ മേടിച്ചിങ്ങനെ പൊതിഞ്ഞൊക്കെ വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഈ സാധനം എന്താണെന്ന്. ഉപ്പേരിക്കപ്പ. ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലും കടകളിലുമൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. ഈ ഉപ്പേരിക്കപ്പയും കൊണ്ട് നല്ല ഒരു 4 മണി പലഹാരം അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു 4 മണി പലഹാരമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. പലർക്കും ചോദിക്കും ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതൊരു 1/2 കിലോ ഉണ്ട്. നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി. അതെ അപ്പോൾ ഏകദേശം ഞാൻ ഒരു 100-300 രൂപ എടുത്തിട്ടുണ്ട്. ബാക്കി വെട്ടിക്കട്ടെ. ആ ശരി, അത് അതെ അതെ. അപ്പം ഇതുകൊണ്ട് നമ്മൾ പലഹാരം റെഡിയാക്കാം. നമുക്ക് ആദ്യം തന്നെ അടുപ്പൊന്ന് റെഡിയാക്കാം. ഇനി ഇതേപോലെ കുഴിവുള്ള ഒരു പാത്രം അടുപ്പത്തോട്ട് വെക്കുക. ഇനി നമുക്ക് കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണ എടുക്കാമെന്നാണ്. അപ്പോൾ ഇതൊന്ന് ഒടിച്ച് അങ്ങോട്ട് വെക്കാം. വെള്ളുകപ്പയും വാട്ടുകപ്പയൊക്കെ കഴിക്കാത്ത മലയാളികളുണ്ട് അല്ലേ? ഇപ്പം വളരെ കുറവാണ്. പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആയിരുന്നു അല്ലേ ഒരു മെയിൻ ഭക്ഷണമെന്ന് വേണം പറയാൻ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കപ്പ, വാട്ടുകപ്പയും വെള്ളുകപ്പയൊക്കെ അരിഞ്ഞ് കൈ കൊണ്ട് തന്നെ കൈക്ക് തന്നെ പിച്ചാത്തി കൊണ്ട് അരിഞ്ഞ് ചെറിയ കനമായിട്ട് അരിഞ്ഞെടുക്കുകയായിരുന്നു. ഇപ്പം കണ്ടില്ലേ, ഇതെല്ലാം റെഡിയാക്കി മിഷ്യൻ കട്ടിങ്ങാണ്. അതുകൊണ്ട് എല്ലാം ഒരേ കണത്തിൽ തന്നെ കിട്ടും. എണ്ണ ചൂടാൻ നോക്കട്ടെ. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് ഇങ്ങോട്ട് വാർത്തെടുക്കാം. ഇതിപ്പോൾ 2 ട്രിപ്പിന് വാർത്തെടുക്കണം. ഇത് നല്ലപോലെ മൂക്കണം. അതായത് നമുക്കറിയാമല്ലോ, നല്ല ഒരു ഫ്രൈ പോലെ വരണം. അതായത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കാര്യം എന്നാന്ന് വെച്ചാൽ എല്ലാ ഭാഗവും അത് നല്ലപോലെ ഒന്ന് മുരിച്ച് കിട്ടണം. ഇപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ചുമന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അത് കോരിയെടുക്കാം. ഇതേപോലെ എണ്ണ ഒന്ന് നിർത്തി കോരണം. ഈ ബാക്കിയും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇതിപ്പം ഈ മെഷീൻ കട്ടിങ് ആയതുകൊണ്ടല്ലോ ഒരേപോലെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ വാർത്തെടുക്കാം. കനക്കൂടുതലായാലും ഒന്നും മൂക്കാതെ ഒക്കെ ഇരിക്കും. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം ഈ അടുപ്പങ്ങ് നിർത്താം. ഇത് കോരി അങ്ങോട്ട്. അപ്പോൾ എണ്ണ ഇതേപോലെ നിർത്തി അങ്ങോട്ട് കോരും. ഇതേപോലെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ ഒരു ജാർ അങ്ങോട്ട് എടുക്കുക. ഈ ജാറിൻ്റെ അകത്തോട്ട് ഇത് ചെറുതായിട്ട് തണുത്തതിന് ശേഷം വേണം ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2ആയിട്ടാണ് അതൊന്ന് പൊടിച്ചെടുക്കുന്നത്. ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ചെറിയ ഒരു ചൂടോട് കൂടി തന്നെ അത് പൊടിച്ചെടുക്കണം. ഇതേണ്ട ഈ രീതിയിലാണ് അത് പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ടാമത് നമ്മൾ പൊടിക്കുന്നതിൻ്റെ അകത്തോട്ട് ഇതേപോലെ ഒരു 5-6 ഏലക്കയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏലക്കയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കാര്യം ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ വേണമെന്ന് നിർബന്ധമുള്ളവർ അതനുസരിച്ച് ഏലക്കയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ജീരകം 1 ടീസ്പൂൺ തൊട്ട് ഒരു 3/4 ടീസ്പൂൺ വരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. നമുക്ക് എടുത്ത് കൊടുക്കാം. ഇതിന് തന്നെ നല്ല മണം വരുന്നത്. ബാക്കി കൂടെ ഇനി ഇടാൻ കിടക്കുക. ഏലക്ക ജീരകം കൂടെ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ കുതിപ്പിക്കുന്ന ഒരു ടേസ്റ്റുള്ള ഒരു മണം. ഇനി അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടു.
ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ള ഐറ്റങ്ങളൊക്കെ ഓരോന്നായിട്ട് ചേർക്കാം. ഇത് കുറച്ച് പൊടി ശർക്കരയാണ്. ഇപ്പോൾ പാക്കറ്റിനകത്തൊക്കെ കിട്ടും, മണ്ണം പൊടിയൊന്നും ഇല്ലാത്ത പൊടി ശർക്കരയായിട്ട് കിട്ടും. അത്ര പൊടി ശർക്കര മേടിക്കുക. ഇതാകുമ്പം ശുചീകരിച്ച് വരുന്നതല്ലേ. ഈ പൊടി ശർക്കര നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. കാര്യം മധുരമാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട. അപ്പം മധുരത്തിന് ആവശ്യമുള്ള ശർക്കരപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ ആവശ്യത്തിന് ശർക്കരപ്പൊടി ഇട്ടതിന് ശേഷം ഇത് കുറച്ച് തേങ്ങാപ്പീരയാണ്. ഈ മിക്സിക്കകത്ത് നമ്മളൊന്ന് കറക്കിയെടുത്താണ്. ആ തേങ്ങാപ്പീരയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ അടുത്ത് തേങ്ങാപ്പീരയുണ്ട്. നല്ല തേങ്ങാപ്പീര ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ള് ഉപ്പ് പൊടിയും കൂടെ, കാര്യം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് അതൊരു ഇട്ട് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എങ്ങനെ വേണേലും പറയാം. അവലോസ് കൂടെ റെഡി ആയിട്ട് അവലോസ് പൊടി എന്ന് വേണേലും പറയാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാര്യം അതിൻ്റെ മധുരമൊക്കെ എല്ലാ ഭാഗത്തോട്ടും കിട്ടത്തക്ക രീതിയിൽ വേണം അത് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ അവലോസ് പൊടി അരി വറുത്ത അവലോസ് പൊടി ഉണ്ടാക്കും, ഗോതമ്പ് കൊണ്ട് അവലോസ് പൊടി ഉണ്ടാക്കും, അരിപ്പൊടി കൊണ്ട് അവലോസ് പൊടി, കപ്പ കൊണ്ട് നമ്മളൊരു അവലോസ് പൊടി ഉണ്ടാക്കി. അപ്പോൾ എല്ലാം കൊണ്ടും ഇതുപോലെ ഉണ്ടാക്കാം. മധുരവും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അല്ലേ. അപ്പം ഇതും ഒരു വെറൈറ്റി തന്നെയാണ് അല്ലേ. വെറൈറ്റിയാ. സാധാരണ അവലോസ് പൊടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അതെന്തൊക്കെയാണ് ഇട്ട് ചെയ്യുന്നതെന്നും. പക്ഷേ കപ്പ കൊണ്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇതുപോലെ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഉണക്കക്കപ്പമുണ്ട്, ഉപ്പേരി കപ്പമുണ്ട്. ശരിക്കും ഒരു അവലോസ് പൊടി. ഇതൊരു 4 മണി പലഹാരമെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം കടുകാപ്പിയുടെ ചായയുടെ ഒക്കെ കൂടെ ആണേലും അല്ലല്ലോ ഈ സ്കൂളൊക്കെ വിട്ട് വന്ന കുട്ടികൾക്കാണേലും ഇത് കൊടുത്താൽ കഴിച്ചോളും. കപ്പ തന്നെ വറുത്ത് കൊടുത്താൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ തിന്നത്തില്ലായിരിക്കും. ഇതിങ്ങനെ കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ കഴിച്ചോളും. ഞങ്ങളാ കഴിച്ചു നോക്കിയിട്ടുണ്ട്. കപ്പ കൊണ്ടുള്ള അവലോസ് പൊടി അല്ലേ. കപ്പ കൊണ്ടുള്ള അവലോസ് ആ കഴിച്ചോ. മധുരമൊക്കെ വേണമെന്ന് നോക്കേ കഴിച്ചു നോക്ക്. കപ്പ കൊണ്ടാന്ന് പറയത്തേ ഇല്ല കേട്ടോ. നല്ല കറക്റ്റ് നല്ല അവലോസ് പൊടി. ശമല കഴിക്കുന്ന ആളെല്ലാം കറക്റ്റാ. ശമല കഴിക്കുന്നുണ്ടപ്പോൾ എനിക്കും ഒരു പൊടി. എന്തേ കപ്പ കപ്പയുടെ ഒരു ചുവയും ഇതും ഇല്ല. കപ്പ ഇല്ല ഇതിൻ്റെ അകത്ത്. കാരണം എന്താണെന്നറിയോ, അത് കഴിക്കുമ്പോൾ നമുക്ക് ആ കപ്പയുടെ ചുവയൊന്നും വരത്തേ ഇല്ല. നല്ല രുചിയുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റിയോട് കൂടി തന്നെ ഇതുപോലെ ഒരു അവലോസ് കൂടി ഒന്ന് ചെയ്ത് നോക്കുക. നല്ല രുചിയാണ്. ചുമ്മാ പറഞ്ഞൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കുക. വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.